ഈശ്വർ മാൽപേ ഇനി ഡിങ്കി ബോട്ടിലേക്ക് കയറുകയാണോ ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് ഡൈവറാണ്. സെക്കൻഡ് ഡൈവറെ ഒരുപക്ഷെ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക. ലൊക്കേഷൻ ചേഞ്ച് ആണോ നടത്തുക, അതല്ല രണ്ടാമത്തെ ഡൈവർ മാത്രമാണോ പോവുക എന്നാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത്. ഈശ്വർ മാൽപേയും ഡിങ്കി ബോട്ടിലേക്ക് കയറാൻ പോവുകയാണോ എന്നാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ ഈശ്വർ മാൽപേയും ഡിങ്കി ബോട്ടിൽ കയറിയേക്കാം. അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ മാറുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇപ്പോൾ തെരച്ചിൽ നടത്തിയ ജാക്കി കിട്ടിയ സ്ഥലത്ത് നിന്ന് തൊട്ടപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് മാറുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈശ്വർ മാൽപേയും ഡിങ്കി ബോട്ടിലേക്ക് കയറുകയാണ്. ലൊക്കേഷൻ മാറിയുള്ള ഒരു തെരച്ചിലാണ് ഇനി നടത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സ്പോട്ട് നമ്പർ 3 സ്പോട്ട് നമ്പർ 4 ആയിരിക്കും എന്നുള്ളതാണ്. ഡൈവർമാർ ഡിങ്കി ബോട്ടിലേക്ക് കയറുന്നു. ലൊക്കേഷൻ മാറുകയാണ്. തെരച്ചിലിൻ്റെ സ്ഥാനം അവർ മാറ്റി നോക്കാൻ പോകുന്നു. ഇന്നലെ തെരച്ചിൽ നടത്തിയ സ്ഥലത്താണ് ഇന്നും തെരച്ചിൽ നടത്തിയത്. അവിടെ ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത് ടാങ്കറിൻ്റെ ഒരു ഷാക്കിൾ സ്ക്രൂപ്പിനാണ്. അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കുക, ഷാക്കിൾ സ്ക്രൂപ്പിന് യഥാർത്ഥത്തിൽ ഈ വടം കെട്ടിയൊക്കെ സാധാരണ മറ്റു വാഹനങ്ങളെയോ വസ്തുക്കളെയോ ഒക്കെ പിടിച്ച് കയറ്റാൻ ഉപയോഗിക്കുന്നതാണ്. അത് ഈ അപകടത്തിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും അടർന്നു പോയിട്ടുണ്ടാവാം എന്നതും ഉറപ്പിക്കാം. ലോറിയുടെ ഭാഗം കണ്ടെത്തണം. ഇനി രണ്ടാമത്തെ സ്പോട്ടിലേക്കാണ് ഡിങ്കി ബോട്ടിൽ ഇപ്പോൾ ഈശ്വർ മാൽപേയും സംഘവും സന്ദർശിക്കാൻ പോകുന്നത്. ഇപ്പോൾ കയ്യിൽ അണ്ടർ വാച്ച് ടോർച്ചുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. ഈശ്വർ മാൽപേയും രണ്ടാമത്തെ ഡൈവറും സഹ ഡൈവറും കൂടി രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് പോകുന്നു. നമുക്കൊപ്പം അർജുൻ കല്യാടും അഭിലാഷുമുണ്ട്. അഭിലാഷ്, അർജുൻ കല്യാട് പറഞ്ഞോളുക, ഇപ്പോൾ രണ്ടാമത്തെ സ്പോട്ടിലേക്കാണോ പോകുന്നത്? അതായത് നേരത്തെ സോണാർ മെഷീൻ ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്കാണോ പോകുന്നത്? പുഴയുടെ താഴ്ഭാഗത്തേക്കാണ് ഇപ്പോൾ NDRFിൻ്റെ ബോട്ടിൽ ഇവർ മുന്നോട്ട് പോകുന്നത്. ഡിങ്കി ബോട്ടിലാണ് പോകുന്നത്. ഇവർ രണ്ട് ഡൈവർമാരും ഇപ്പോൾ ഈ ബോട്ടിൽ കയറുകയും ചെയ്തിട്ടുണ്ട്. ഈ താഴോട്ട് നീങ്ങി ഈ തീരദേശത്ത് തന്നെയുള്ളൊരു പരിശോധനയായിരിക്കാണോ അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ബോട്ടിലെ മോട്ടോർ ഓഫായി നിൽക്കുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മാത്രമേ അത് ബോട്ടാണ് അതിൻ്റെ ദിശ എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുമോ. അതായത് ഇപ്പോൾ ബോട്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് താഴോട്ട് നീങ്ങുന്നതാണ് നമുക്ക് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തീരത്തുള്ള ആ മേഖലകൾ, താഴോട്ടുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കാണോ പോകുന്നതെന്ന തരത്തിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. അതേസമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പോട്ട് 3ഉം 4ഉം അത് കേന്ദ്രീകരിച്ചുള്ളൊരു പരിശോധനയിലേക്ക് കൂടി പോകുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതായത് തീരത്തെ പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഡിങ്കി ബോട്ടിൻ്റെ എൻജിൻ പ്രവർത്തിക്കുന്നില്ല അല്ലേ? ഡിങ്കി ബോട്ടിൻ്റെ എൻജിൻ ഓണാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതുകൊണ്ടാണ് താഴേക്ക് പോകുന്നത്. അത് ലൊക്കേഷനിലേക്കുള്ള യാത്രയല്ല. ഡിങ്കി ബോട്ട് ഇപ്പോൾ എൻജിൻ ഓണാവുന്നില്ല. ഡിങ്കി ബോട്ടിൻ്റെ എൻജിൻ ഇപ്പോൾ ഓണാവാത്തത് കൊണ്ട് താഴേക്ക് പോകുന്നതാണ്. അവരുടെ കയ്യിൽ തുഴയുമില്ല. അവർ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയല്ല, ലൊക്കേഷനിലേക്ക് ബോട്ട് അവരെ കൊണ്ട് പോകുന്നു. ബോട്ട് ഇപ്പോൾ അതിൻ്റെ എൻജിൻ പ്രവർത്തിക്കാത്തത് കൊണ്ട് താഴേക്ക് പോകുന്നതാണ്. അടുത്ത ലൊക്കേഷൻ ഒരു പക്ഷേ അവിടെ ആകണമെന്ന് ഉറപ്പില്ല. എൻജിൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? എന്താണ് അവസ്ഥ അഭിലാഷ? എൻജിൻ തകരാറിലായോ ഡിങ്കി ബോട്ടിൻ്റെ? എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഒഴുക്കിനനുസരിച്ചാണ് ഇപ്പോൾ ബോട്ട് താഴോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ സ്പോട്ട് 3ലേക്ക് തന്നെയായിരിക്കും അത് പോകേണ്ടത്. എൻജിൻ സ്റ്റാർട്ടായിട്ടില്ല ഇതുവരെ. എൻജിൻ സ്റ്റാർട്ടാവുന്ന ഘട്ടത്തിൽ മാത്രമേ അതിൻ്റെ ദിശ ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അതിലുള്ള ആളുകൾ നടത്തുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ ഈ മരങ്ങൾക്കിടയിലൂടെ കാണാൻ കഴിയാത്ത, അതെ, സാധാരണ ആ പുഴയുടെ ഒഴുക്ക് പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. 2 നോട്ട്സാണ് പുഴയുടെ ഒഴുക്ക്. മാൽപേയുടെ ദൗത്യത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മാൽപേ കയറിയ ഡിങ്കി ബോട്ട് മാൽപേയും സംഘത്തെയും കൊണ്ട് താഴേക്ക് ഒഴുകുന്നുണ്ട്. ആ ബോട്ടിൻ്റെ എൻജിൻ ഇപ്പോൾ ചെറിയ തകരാറ് പറ്റിയിട്ടുണ്ട്. അത് സ്റ്റാർട്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. താഴേക്ക് ഒലിച്ചു പോകുന്നത് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിൽ ഒഴുകിപ്പോകുന്നതാണ്. നമുക്ക് പടർപ്പുകൾക്കപ്പുറത്തേക്ക് ക്യാമറയൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. അതേസമയം മറ്റൊരു ബോട്ടും കൂടി ഒരു ഭാഗത്തുണ്ട്. ഈശ്വർ മാൽപേയുടെ സംഘത്തിലുള്ള ഒരു വിഭാഗം മറ്റൊരു ബോട്ടിലും കൂടി ഇപ്പോൾ സഞ്ചരിക്കുന്നുണ്ട്. ഈശ്വർ മാൽപേ മറുഭാഗത്താണ് ഉള്ളത്. നമുക്ക് ഈശ്വർ മാൽപേയിലേക്ക് ദൃശ്യങ്ങൾ പോകാം. ആ എഞ്ചിൻ്റെ ബോട്ടിന്റെ നാവികസേനയുടെ ബോട്ട് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. കാര്യം അരുൺ, നാവികസേനയുടെ ബോട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. നാവികസേന ഇവിടേക്ക് എത്തിയിട്ടു
വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. നാവികസേനയുടെ ബോട്ടും ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യം കൂടിയാണ്. ആ ബോട്ട് ഇതാ പുഴയുടെ മുകൾ ഭാഗത്തേക്ക് നേരത്തെ ഈശ്വർ മാൽപ്പെ നടത്തിയ ആ പരിശോധന നടത്തിയിരുന്ന ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. അതായത് സ്പോട്ട് 3ലേക്കാണ് ഇപ്പോൾ ആ ബോട്ട് എത്തിയിരിക്കുന്നത്. NDRFും ബോട്ട് താഴോട്ട് നീങ്ങുമ്പോൾ ഈ നാവിക സംഘത്തിൻ്റെ ബോട്ട് മുകളിലോട്ട് വരുന്നുണ്ട്. അതായത് നാവിക സംഘം ഇവിടെ വിപുലമായ ഒരു പരിശോധന നടത്തും. ഈ നേരത്തെ 10 മണിയോട് കൂടിയായിരുന്നു എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ബോട്ട് ഇപ്പോൾ വീണ്ടും അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇത് സ്പോട്ട് 3ലേക്കോ സ്പോട്ട് 4ലേക്കോ? രണ്ട് പോട്ടെ, രണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ദിശ മനസ്സിലാക്കുന്നത് സ്പോട്ട് 3ലേക്ക് തന്നെയാണ്. കാരണം മറ്റുള്ള ബോട്ടുകളൊക്കെ സ്പോട്ട് 3ൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ NDRFിൻ്റെ ഈ ബോട്ടും, അതായത് അവിടെ പരിശോധന നടത്തേണ്ടതുണ്ട്. വളരെ വ്യക്തമായി സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു നാവികസേനയുടെ രണ്ടാമത്തെ ഡിങ്കി ബോട്ടും എത്തി. അപ്പോൾ അതിൽ നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്. കൂടാതെ നമ്മളുടെ NDRFിൻ്റെ സംഘം കൊണ്ടുവരുന്ന 3ാമത്തെ ബോട്ട്, ആ ഡിങ്കി ബോട്ടിൽ ഈശ്വർ മാൽപ്പയുമുണ്ട്. ഈ 3 ബോട്ടുകളും ഒരേ ലൊക്കേഷനിലേക്കാണ് വരുന്നത്. ഇത് സ്പോട്ട് നമ്പർ 3ഓ സ്പോട്ട് നമ്പർ 4ഓ? ഇത് സ്പോട്ട് നമ്പർ 3ലേക്കാണ് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്. 3 ബോട്ടുകൾ, അതായത് NDRFിൻ്റെയും നാവികസേനയുടെ 2 ബോട്ടുകളും അവിടെ എത്തുന്നു. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം ഉണ്ടായിരുന്ന 2 തോണികൾ കൂടി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതായത് ഈ 3ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്ക് തന്നെ ഇപ്പോൾ പോകുന്നു. വളരെ നിർണായകമായ ഒരു പരിശോധനയിലേക്കാണ് ഈ ഘട്ടത്തിൽ പോകുന്നത്. കാരണം നാവികസേന കൂടി എത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ ഈ 3 വിഭാഗങ്ങൾ കൂടി NDRFിൻ്റെയും അതോടൊപ്പം തന്നെ നാവികസേനയുടെയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെയും 3 വിഭാഗങ്ങൾ കൂടി ഒരുമിച്ചുള്ള ഒരു പരിശോധനയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 2 ഡൈവർമാരും ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം ഉണ്ടായിരുന്ന 2 ഡൈവർമാരും ഇപ്പോൾ പുഴയിലേക്ക് മുങ്ങിയിട്ടുണ്ട്. അവർ ആ ഒരു പരിശോധനയിലേക്ക് നാവികസേനയുടെ 2 ഡിങ്കി ബോട്ടുകൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. നമുക്കിനി കാണേണ്ടത് ഈശ്വർ മാൽപ്പയുടെ ബോട്ടാണ്. ഈശ്വർ മാൽപ്പെ പുഴയിലേക്ക് ഇറങ്ങി. ഈശ്വർ മാൽപ്പയുടെ എനിക്കൊന്ന് അത് ഫുൾ സ്ക്രീനിലേക്ക് വരുത്താം. ഫുൾ സ്ക്രീനിലേക്ക് ഈശ്വർ മാൽപ്പയുടെ ദൃശ്യങ്ങൾ വരുത്താം. ഈശ്വർ മാൽപ്പയും സഹഡൈവറും ഇപ്പോൾ പൂർണ്ണമായും ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരിടത്ത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് നാവികസേനയുടെ ബോട്ടാണ്. ഒപ്പം ഈശ്വർ മാൽപ്പയുടെ സംഘത്തിൻ്റെ ഉള്ള മറ്റൊരു ബോട്ടുമുണ്ട്. ഇപ്പോൾ നാവികസേനയുടെ ബോട്ടാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കൊരിക്കൽ കൂടി ഈശ്വർ മാൽപ്പയുടെ ദൃശ്യങ്ങളിലേക്ക് പോകണം. നമ്മുടെ ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം ലിമേഷിനോടോ അല്ലെങ്കിൽ ലിജിത് മന്നിപ്പാടിയോടോ. അവിടെ അഭിലാഷ്, നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈശ്വർ മാൽപ്പെ 3ാമത്തെ ഡൈവിംഗ് ആരംഭിച്ചോ? നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സിന് ഡൈവിങ്ങിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിങ്കി ബോട്ടിൽ, നാവികസേനയുടെ ഡിങ്കി ബോട്ടിൽ ഇപ്പോൾ 2 ഡൈവർമാർ, സഹ ഡൈവറും അവരുടെ 3ാമത്തെ ഡൈവിംഗ് ആരംഭിച്ചിരിക്കുന്നു. 10:45 2 ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം നമുക്ക്. നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങുന്നതും അതേസമയം തന്നെ നമ്മളുടെ ഈശ്വർ മാൽപ്പയും സഹഡൈവറും ഇപ്പോൾ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 10:45 വീണ്ടും ഉയർന്നു. അത് സഹഡൈവറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈശ്വർ മാൽപ്പെ ഇപ്പോഴും ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നമ്മുടെ ലോറി തിരയുകയാണ്. ഇത് സ്പോട്ട് നമ്പർ 3യിലാണ്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമ്മൾ പ്രധാനമായും ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഈശ്വർ മാൽപ്പയുടെ ദൃശ്യങ്ങളിലാണ്. അതേസമയം തന്നെ നാവികസേനയുടെയും ബോട്ട് പ്രേക്ഷകർക്ക് കാണാം. നാവികസേനയുടെ സ്കൂബ ഡൈവർ ഇപ്പോൾ ഈ ലൊക്കേഷനിലാണ് നമ്മളുടെ ഈശ്വർ മാൽപ്പയുള്ളത്. അത് പ്രേക്ഷകർക്ക് കാണാം. അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന കുമിളകൾ മാത്രമാണ് ജലോപരിതലത്തിലുള്ളത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കൽ കൂടി രണ്ട് വിഷ്വൽസും നമുക്ക് കൊടുക്കാം. അതിലൊന്ന് നാവികസേനയുടെ സ്കൂബ ഡൈവർ ഡൈവ് ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങൾ, അത് നമുക്ക് കൊടുക്കേണ്ടതാണ്. അതേസമയം തന്നെ ഈശ്വർ മാൽപ്പയുടെയും സംഘത്തിൻ്റെയും ദൃശ്യങ്ങൾ നമുക്ക് കൊടുക്കാം. 2 വിൻഡോയിലായി തന്നെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകാവുന്നതാണ്. പുഴയുടെ ഏകദേശം മൊത്ത മധ്യത്തിലാണ് ഇരുവരുമുള്ളത്. അഭിലാഷ്, പുഴയുടെ മധ്യത്തിലാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സംഘവും ഒപ്പം തന്നെ നാവികസേനയുടെ സ്കൂബ ഡൈവിംഗ് ടീമും ഉള്ളത്, അല്ലേ? അവിടെ തന്നെ അപ്പോൾ തോണിയുടെ അടുത്ത്
അതെടാ വണ്ടിയിൽ അതെ 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 ആ രണ്ടുപേര് നിലവിൽ രണ്ടുപേരും ഇപ്പോൾ പുഴയുടെ ഒത്ത മധ്യത്തിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. സമാന്തര തിരച്ചിലുമായി നേവിയും ഒപ്പം തന്നെ നേവിയുടെ 2 സ്കൂബ ഡൈവേഴ്സും ഇറങ്ങിക്കഴിഞ്ഞു അല്ലേ? നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. അഭിലാഷ് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നേവിയുടെ 2 സ്കൂബ ഡൈവേഴ്സും ഇപ്പോൾ ഡൈവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കൊടുക്കണം. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളോട് പറയാം. മാൽപ്പെ 3ാമതും ഡൈവിംഗ് നടത്തിയിട്ടുണ്ട്. ഇത് വൈഡ് ഫ്രെയിമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ക്ലോസ് ഫ്രെയിം നമുക്ക് കൊടുക്കണം. നമുക്ക് 2 സംഘങ്ങളുടെയും തിരച്ചിലുകളുടെ ദൃശ്യങ്ങൾ മാറി മാറി പ്രേക്ഷകർക്ക് നൽകാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ 45-ന് ഇറങ്ങി 3 മിനിറ്റ് പിന്നിടുന്നു 3ാമത്തെ ഡൈവിൽ എന്നുള്ളതാണ്. 2 നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ ഡിങ്കി ബോട്ടിൽ നിന്ന് അവർ ഡൈവിംഗ് ആരംഭിച്ചോ? നമുക്ക് ഈ വൈഡ് ഫ്രെയിമിൽ നിന്ന് മനസ്സിലാവുന്നില്ല അഭിലാഷ്. നാവികസേനയുടെ 2 സ്കൂബ ഡൈവർമാരും വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞോ? അരുൺ, നാവികസേനാംഗങ്ങൾ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു. അതിലുള്ള ഒരു മുന്നൊരുക്കമാണ് അവരുടെ ഭാഗത്ത് നടക്കുന്നത്. 2 സ്കൂബ ഡൈവേഴ്സാണ് ഇപ്പോൾ നാവിക സംഘത്തിനൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ അല്പസമയങ്ങൾക്ക് തന്നെ പുഴയിലേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകുന്നു. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ അവർ ഒരുക്കുകയാണ്. 2 ഡിങ്കി ബോട്ടുകളിലായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. അവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ മേഖലയിൽ തന്നെ ആണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ആളുകളുടെ പരിശോധന നടക്കുന്നത്. ഈശ്വർ മാൽപ്പെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ ഈശ്വർ മാൽപ്പെ ഇപ്പോൾ മുകളിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതൊപ്പം തന്നെയാണ് നാവിക സംഘത്തിന്റെ പരിശോധന കൂടി തെരച്ചിൽ കൂടി ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവർ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമമാണ്. മാൽപ്പയുടെ സഹഡൈവറാണോ മാൽപ്പയാണോ എന്നറിയില്ല. ഒരാൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. കല്യാടാണ് നമുക്കൊപ്പം ഉള്ളത്. മാൽപ്പയുടെ ദൃശ്യങ്ങൾ കല്യാടിന്റെ സംഘമാണ് പകർത്തുന്നത്.